കേരളം ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ മാർക്ക്. ആ പ്രശ്നം പരിഹരിക്കാനുള്ള ഓട്ടത്തിലാണ് ഇപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പും സർക്കാരും. സംഭവം എന്താണെന്നല്ലേ പറഞ്ഞുതരാം. 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ റിസൾട്ട് പുറത്തുവിട്ട് മാർക്ക് കുറഞ്ഞ വിഷയങ്ങളിൽ കുട്ടികളെ വീണ്ടും പരീക്ഷ എഴുതിക്കാനുള്ള തീരുമാനത്തിലാണിപ്പോൾ സർക്കാർ. മാർച്ച് 27 അവസാനിച്ച വാർഷിക പരീക്ഷയുടെ ഉത്തരക്കടലാസുകൾ പരിശോധിച്ച് റിസൾട്ട് ഇതിനോടകം തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മാർക്ക് കുറഞ്ഞ വിഷയങ്ങളിൽ കുട്ടികൾക്ക് ഈ വേനൽ അവധിക്കാലത്ത് പ്രത്യേക പരിശീലനം നടത്തി വീണ്ടും പരീക്ഷ നടത്തണം. അവധിക്കാലം ആഘോഷിക്കാൻ കാത്തിരിക്കുന്ന കുട്ടികളോടാണ് സർക്കാർ വീണ്ടും സ്കൂളിൽ വരാനും ക്ലാസ്സിലിരിക്കാനും പരീക്ഷ എഴുതാനും ഒക്കെ ആവശ്യപ്പെടുന്നത് എന്ന് ഓർക്കണം. അവധിക്കാലത്ത് അധ്യാപകരും അങ്ങനെ വിശ്രമിക്കേണ്ടെന്ന് സാരം. വിദ്യാർത്ഥികളുടെ പഠനഭാരം കുറയ്ക്കണമെന്നും മാനസിക സമ്മർദ്ദത്തിൽ കുട്ടികളെ എത്തിക്കാത്ത രീതിയിൽ സിലബസുകൾ ചിട്ടപ്പെടുത്തണം എന്നുമൊക്കെ ചർച്ച നടക്കുന്ന കാലത്താണ് സർക്കാരിൻ്റെ ഈ തുഗ്ലക്ക് പരിഷ്കാരം. അല്ലെങ്കിലും കുട്ടികളിൽ ഈയിടെയായി സംഭവിച്ച ധാർമ്മിക തകർച്ചയും കൂടി വരുന്ന ലഹരി ഉപയോഗവും ഒന്നുമല്ല, മാർക്ക് തന്നെയാണ് പ്രധാന കാര്യം. പരീക്ഷകൾക്കും മാർക്കുകൾക്കും അപ്പുറം വിദ്യാർത്ഥികളുടെ സ്വഭാവ രൂപീകരണത്തെയും മൂല്യബോധത്തെയും കൂടി അഭിസംബോധന ചെയ്യേണ്ടതും മികച്ച പൗരന്മാരെ വാർത്തെടുക്കേണ്ടതും കൂടി വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമാണെന്ന് പുരോഗമന പ്രസ്ഥാനം എന്ന് സ്വയം അഭിസംബോധന ചെയ്യുന്നവർ ഇനിയെങ്കിലും തിരിച്ചറിയട്ടെ.